എന്റെ ഭഗവാനെ എന്ത് പറ്റി സാർ? ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടിയെടുത്തതിന് CPIM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഒരു മാറ്റവും ഇല്ലല്ലോ. 1,20,000 രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. ചിക്കൻ ബിരിയാണി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചെളിഞ്ഞില്ലടാ റാസ്കൽ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 3 പേരാണ് ഈ കേസിലെ പ്രതികൾ. നീ ഇന്നലെ ഹാക്കിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയിട്ടുണ്ട്. പൊന്നു മോനെ, നീ ഇത് പോളിറ്റ് ബ്യൂറോ വരെ എത്തിക്കല്ലേ. ഇത്തരത്തിലുള്ള തുക ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ പണം സർക്കാരിലേക്ക് അടച്ചിട്ടില്ല എന്ന് കൃത്യമായ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന്റെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. അവർ ഈ ഒരു പോസ്റ്ററുകൾ ഒക്കെ തന്നെ ഫേസ്ബുക്കിലും അത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു. ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഒരു മനോവൈകല്യം അശ്മി, ഇത് കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ളൂ മനോവൈകല്യം. കാര്യം കക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല. ഈ 3 പേരുടെയും ഫോൺ നമ്പറും പേരും ഒക്കെ വെച്ചിട്ടാണ് ഇതിൽ കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഈ 1,20,000 രൂപ മാറ്റി വെക്കുകയായിരുന്നു എന്നുള്ള വലിയ പരാതിയാണ്. CPM മെമ്പർമാർ 1000 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പൈസ ഫസ്റ്റ് ഡേ വരണം. പണം വരാത്തതിന്റെ കാരണം പാർട്ടിക്കാർക്ക് പോലും വിശ്വാസമില്ല. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പേരിൽ ചൂഷണം നടത്തുക എന്നൊക്കെ അമ്മയോട് നിങ്ങൾ ചെയ്ത ക്രൂരത മുഴുവനും അവര് പറഞ്ഞാണേ. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. പറഞ്ഞാൽ അത് മനുഷ്യരായിട്ട് ജനിച്ച ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ആരെ ഗുണം പിടിക്കാത്ത ഈ ബിരിയാണിയുടെ ഗുണം സാറിനത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു.